ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹരിതം TV ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 മാർച്ച് മാസം 29 മുതൽ ഏപ്രിൽ മാസം 4 വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം, അതായത് കൊല്ലവർഷം 1201 മീനമാസം 15 മുതൽ 21 വരെയാണ് ആ ഒരു ആഴ്ച. അങ്ങനെയുള്ള ഈ ആഴ്ച 27 നക്ഷത്രക്കാർ, അത് 2.25 നക്ഷത്രം വീതമുള്ള 12 രാശികളായിട്ട് തിരിച്ചാണ് പറയുന്നത്. ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനമായ വിശേഷ ദിവസം എന്ന് പറയുന്നത് മാർച്ച് മാസം 29 ഏകാദശിയാണ്. മാർച്ച് മാസം 30 പ്രദോഷമാണ്. അതുപോലെ തന്നെ ഏപ്രിൽ മാസം 1 പൈങ്കുനി ഉത്രം. ഉത്രം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലൊക്കെ വളരെ പ്രസിദ്ധമാണ്. വഴിപാടുകളൊക്കെ കഴിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ശബരിമലയിലും അതുപോലെ നിരവധി ക്ഷേത്രങ്ങളിൽ ആറാട്ട് നടക്കുന്ന ദിവസവും കൂടിയാണ്. ശബരിമലയിൽ ആറാട്ടാണ്. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഉത്രം നക്ഷത്രം. അത് വളരെ പ്രത്യേകതയാണ് ശബരിമലയിലും ഒക്കെ. പ്രധാനമായിട്ട് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിയിൽ ശുക്രനും മിഥുനത്തിൽ വ്യാഴവും ചിങ്ങത്തിൽ കേതുവും പക്ഷബലം വർദ്ധിച്ച് പൂർണ്ണബലത്തോടുകൂടി പൗർണമിയോടൊക്കെ അടുത്ത് ചന്ദ്രൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല മനോബലം എല്ലാവർക്കും വർദ്ധിക്കുന്നതിനൊക്കെ, സൗന്ദര്യം വർദ്ധിക്കുന്നതിനും തേജസ് വർദ്ധിക്കുന്നതിനുമൊക്കെ ഈ ആഴ്ച പൊതുവെ യോഗമുണ്ട്. ചൊവ്വായും ബുധനും സർപ്പനും കുംഭൻ രാശിയിലും ശനിയും ആദിത്യനും മീനൻ രാശിയിലും നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഗോചര ഫലമാണ് പറയുന്നത്. ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, അധിക കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവരെ, വിവാഹ തടസ്സം ഉള്ളവരെ, ജോലി കിട്ടാൻ തടസ്സമുള്ളവരെ, ദാമ്പത്യ ജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരെ, സന്താനഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവർ, സാധിക്കാത്തവർക്ക്, അങ്ങനെ നിരവധി കാര്യങ്ങൾക്ക് പ്രശ്ന പരിഹാരാർത്ഥം നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. താഴെ എൻ്റെ ഫോൺ നമ്പർ ചേർക്കുന്നതാണ്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഐശ്വര്യപ്രദമാണ്. തേജസ്സൊക്കെ വർദ്ധിക്കുന്നതിനും ആരോഗ്യം പൊതുവെ തൃപ്തിപരമാകുന്നതിനും തൊഴിൽ പുരോഗതി വന്നു ചേരുന്നതിനും അധികാരം വന്നു ചേരുക, സ്വന്തം നാട് വിട്ട് പോയി ജോലി ചെയ്യുന്നവർക്കും ഒക്കെ പൊതുവെ സാമ്പത്തിക നേട്ടങ്ങളും അഭിവൃദ്ധികളും വന്നു ചേരുവാൻ യോഗമുണ്ട്. പ്രായമായ മക്കളൊക്കെ ഉള്ള മനക്ലേശത്തിനും സന്താനങ്ങളെ കൊണ്ട് ചില നഷ്ടങ്ങളോ ക്ലേശങ്ങളോ ഒക്കെ സൂചകവുമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ ആഴ്ച. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ തടസ്സങ്ങളോ വിദ്യാ അലസതയോ ക്ലേശങ്ങളോ ഒക്കെ വന്നു വീഴുവാൻ സൂചനയുള്ളതിനാൽ പഠനകാര്യത്തിൽ വളരെ ജാഗ്രത പാലിക്കേണ്ട ഒരു ആഴ്ചയാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. വളരെയധികം നല്ല ഒരു ദൈവാധീനമുള്ള ആഴ്ചയാണ്. കുടുംബത്ത് അപ്രതീക്ഷിതമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകാൻ സൂചനയുള്ളതിനാൽ സംസാരത്തിലെ നയവും കഴിവും ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടുകൂടി വേണം സഹോദര സ്ഥാനീയരും അതുപോലെ തന്നെ മാതാപിതാക്കളും ഒക്കെ ആയിട്ടും കുട്ടികളും ഒക്കെ ആയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ രമ്യതയിൽ പോകുവാൻ വളരെ ശ്രദ്ധിക്കണം. തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായിട്ടും ചില നിസ്സഹകരണമൊക്കെ സൂചകമാണ്. എന്നിരുന്നാലും സ്ഥാനമാനങ്ങൾ കിട്ടുന്നതിനോ തൊഴിൽ സ്ഥിരത വന്നു ചേരുന്നതിനോ, അതായത് ഡെയിലി വേജസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥിരത വന്നു ചേരുന്നതിനൊക്കെ യോഗമുണ്ട്. വളരെ നല്ല ഒരു ആഴ്ചയാണ്. ദൈവാധീനം ഒക്കെ ഉള്ളതിനാൽ ഭാഗ്യവും തുണയായിട്ട് ഉണ്ടാകും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാര്യം. ഭൂമി വന്നു ചേരുന്നതിനോ ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ തീരുമാനമാകുന്ന ഒരു ആഴ്ചയാണ്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദൈവാധീനമുണ്ട്.
ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. ശ്രേയസ്സും യശസ്സും വന്നുചേരും. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുക. സേവന രംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ അഭിവൃദ്ധികരമായിരിക്കുന്ന ഒരു സമയമാണ്. അധികാരങ്ങൾ വരിക, അധികാരം എടുത്ത് പ്രയോഗിക്കേണ്ട അവസരമുണ്ടാകുക, അതിൽ അധ്വാനഭാരം ഏറി വരിക, അതിനനുസരിച്ചെന്നാൽ വേതനം കിട്ടി എന്ന് പറയാനും പറ്റുകയില്ലാത്ത സമയമാണ്. എന്നിരുന്നാലും അപ്രതീക്ഷിതമായ ചില സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുന്നതിന് സൂചനയുണ്ട്. അധിക സാഹസികത പാടില്ല. സഹോദര സ്ഥാനീയരോ സുഹൃത്തുക്കളോ മുഖാന്തരം അധിക ചിലവുകളും സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുവാനും ഭാഗ്യവും ദൈവാധീനവും ഉണ്ട്. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ആരോഗ്യത്തിലൊക്കെ വളരെ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. വ്യാഴം 12-ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ സൂചകമാണ്. വാക്കുകളിലെ പിഴവുകൾ മൂലം ശത്രുക്കൾ വർദ്ധിക്കുന്നതിനും ശത്രുക്കൾ ആ പിഴവുകൾ ആയുധമാക്കുന്നതിനുമൊക്കെ സൂചനയുള്ളതിനാൽ വളരെയധികം ശ്രദ്ധ ആവശ്യമാണ്. തൊഴിൽ പുരോഗതികൾ വന്നു ചേരും. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്ക് ഇൻ്റർവ്യൂവിൽ പാസ്സാകുന്നതിനും പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനും അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്നതിനും ഒക്കെ നല്ല ഭാഗ്യമുള്ള ഒരു ആഴ്ചയാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഭക്ഷണകാര്യങ്ങളായാലും ജീവിതശൈലി രോഗങ്ങളുള്ളവർ കൃത്യമായ മെഡിസിനൊക്കെ കഴിക്കുകയും അതുപോലെ തന്നെ ദിനചര്യകളിലും കൃത്യനിഷ്ഠ അനിവാര്യമാണ്. സാഹസികമായ കാര്യങ്ങളിലും മനക്ലേശമുണ്ടാകുന്ന കാര്യങ്ങളിലും ഒക്കെ തീരുമാനമെടുക്കുന്നതും ഇടപെടുന്നതും പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതും വളരെ ശ്രദ്ധയോടുകൂടി വേണം. കഴിവതും ഒഴിവാക്കുന്നതാണ് ഉത്തമം. ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര സുഖകരമായിരിക്കുന്ന ഒരു ആഴ്ചയല്ല. പലതരത്തിലുള്ള മനക്ലേശങ്ങൾ സൂചകമാണ്. തൊഴിൽ രംഗത്ത് പലവിധ നേട്ടങ്ങൾ വന്നു ചേരുവാനും ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിൻ്റെ അവാന്തര വിഭാഗങ്ങൾ ആയിട്ട് ഇടപെട്ട് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ അഭിവൃദ്ധി ഉള്ള ഒരു കാലം. കുടുംബപരമായിട്ട് ഉത്തമ ഗൃഹയോഗവും ഉത്തമ വാഹനയോഗവും ഒക്കെ ഉള്ള ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പാരമ്പര്യമായിട്ട് പൂർവികമായ സമ്പത്ത് കൈവന്നു ചേരുവാൻ ഒരു തീരുമാനമാകുവാനൊക്കെ അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു ആഴ്ച. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ വളരെ ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. എന്നിരുന്നാലും ദേഷ്യമൊക്കെ വർദ്ധിക്കാതെ വളരെ ശ്രദ്ധിക്കണം. ക്ഷമയും വിട്ടുവീഴ്ചയും അങ്ങേയറ്റം ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ കുടുംബത്തെ സമാധാനമുള്ള കാലം. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. എന്നിരുന്നാലും പണം കടം കൊടുക്കൽ വാങ്ങൽ രംഗങ്ങളിലും തൊഴിൽ രംഗത്തുമൊക്കെ കൃത്യനിഷ്ഠ പാലിക്കാൻ പറ്റാതെ വരിക, വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക, അതുമൂലം തൊഴിൽ നഷ്ടപ്പെടുകയോ തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുകയോ മേലധികാരികളുടെയോ സഹപ്രവർത്തകരുടെയോ നിസ്സഹകരണം ഉണ്ടാകുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ തൊഴിൽ രംഗത്ത് വളരെ കൃത്യനിഷ്ഠ പാലിക്കുക. അതുപോലെ തന്നെ പണം കഴിവതും കൊടുക്കാതിരിക്കുക. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും വളരെ ശ്രദ്ധിക്കുക. വാക്ക് പാലിക്കാൻ പറ്റാതെ വരും, കിട്ടാതെ വരും, കൊടുത്താൽ കിട്ടാതെ വരും. അതുപോലെ തന്നെ വാങ്ങിച്ച ധനം കൊടുക്കാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ മനോവിഷമം സൂചകമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളൊക്കെ വന്നു ചേരുന്നതിന് സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും അത്ര സുഖകരമായിരിക്കുന്ന ഒരു ആഴ്ചയല്ല. പലതരത്തിലും ദാമ്പത്യ ജീവിതത്തിൽ അനൈക്യതകളും അഭിപ്രായ വ്യത്യാസങ്ങളും സാമ്പത്തിക നഷ്ടങ്ങളോ മനക്ലേശങ്ങളോ ഒക്കെ സൂചകമാണ്. ചിത്തിര നക്ഷത്രക്കാരായിരിക്കുന്ന തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 2, 3, 4 തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ഉള്ള ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനുള്ള യോഗമുണ്ട്. മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കും.
തേജസ്സും ഓജസ്സും വർദ്ധിക്കുന്നതിനും പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമത വർദ്ധിക്കുന്നതിന് സൂചനയുണ്ട്. നല്ല ദൈവാധീനമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഗൃഹസംബന്ധമായിട്ടും വളരെ നല്ലത്. കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അഭിവൃദ്ധികൾ ഉണ്ടാകുക, വിളകൾക്ക് നല്ല വില ലഭിക്കുന്നതിന് യോഗമുണ്ട്. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ചില ധനാഗമന യോഗങ്ങളും ഉണ്ടാകും. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് ഉദ്ദിഷ്ട കാര്യസാധ്യതയ്ക്ക് ഏറ്റവും ഉത്തമമായ സമയമാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4-ാം പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെ ജാഗ്രതയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ അനിവാര്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. രാശിയുടെ അധിപൻ രാഹുവിനോട് യോഗം ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അഷ്ടമഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നു. കുടുംബത്ത് ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, സമൂഹത്തിലും തൊഴിൽ സ്ഥലത്തും അത് ബാധകമാണ്. തൊഴിൽ നഷ്ടപ്പെടുന്നതിന് വരെ സൂചനയുണ്ട്. തൊഴിൽ ഉള്ളത് വേണ്ടെന്ന് വെച്ചേക്കാം എന്ന് തോന്നുന്ന രീതിയിലുള്ള മനക്ലേശം ഉണ്ടാകാം. സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം. സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർ, അത് നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങളാണ് എങ്കിൽ പോലും ചില സാമ്പത്തിക നഷ്ടങ്ങൾ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ കൊണ്ട് വന്നു ചേരാതെ വളരെ ജാഗ്രത വേണം. കുടുംബത്ത് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുവാനും യോഗമുണ്ട്. വിദേശത്തായിരിക്കുന്നവർക്കും അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിരിക്കുന്ന പൂർണ്ണ ദൈവാധീനമുള്ള സമയമാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൂർണ്ണമായ ദൈവാധീനമുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരം. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരും സഹായത്തിന് ഉണ്ടാകും. അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാതെ ശ്രദ്ധിക്കുക. കുടുംബത്ത് പൊതുവെ സന്തോഷകരമായിരിക്കും. എങ്കിലും അലസത ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. കലാരംഗവുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരോ മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരോ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലതാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുന്ന ഉത്തമമായ ഒരു ആഴ്ച. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മനക്ലേശങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ സൂചകമാണ്. ഏതെങ്കിലും തരത്തിലുള്ള അപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ വന്നു ചേരുവാൻ സൂചനയുണ്ട്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശത്രുക്കളാകാതെ ശ്രദ്ധിക്കണം. മിത്രങ്ങൾ വളരെ അടുത്ത മിത്രങ്ങളായിരിക്കുന്നവരോ ബന്ധുക്കളോ ഒക്കെ ശത്രുക്കളായിത്തീരുക, അത് വളരെ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരെ ഒരു കാരണവശാലും പിണക്കാതെ ഇരിക്കുക. സമൂഹത്തിൽ ചില സ്ഥാനമാനങ്ങളൊക്കെ വന്നു ചേരുന്നതിന് യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുവാൻ പൂർണ്ണമായ ഒരു ദൈവാധീനവും കാണും. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ട് പൊതുവെ മെച്ചപ്പെട്ട ഒരു സമയമാണ്. എന്നിരുന്നാലും പിത്ത സംബന്ധമായോ ഞരമ്പ് സംബന്ധമായോ ഒക്കെ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യത്തിലൊക്കെ വളരെ കൃത്യനിഷ്ഠ ആവശ്യമാണ്. ദിനചര്യയിലും അത് ആവശ്യമാണ്. അധികം ദേഷ്യം വർദ്ധിക്കാതെ ശ്രദ്ധിക്കണം. കണ്ണ് സംബന്ധമായോ ത്വക്ക് സംബന്ധമായോ ഒക്കെ ചില അസുഖങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുകയും വേണം. കുടുംബത്തെ പൊതുവെ സന്തോഷവും ഐശ്വര്യവുമുള്ള കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽപരമായ അഭിവൃദ്ധികൾ വന്നു ചേരുകയും അപ്രതീക്ഷിതമായ ആഗമന യോഗവും ഉണ്ടാകും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് വളരെ ജാഗ്രത ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമൊക്കെ ഉണ്ട്. ആരോഗ്യം വളരെ മെച്ചമായിരിക്കും. എന്നിരുന്നാലും ക്ഷതം, പതനം, അസ്ത്രശസ്ത്രേണ മുറിവ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിന് സൂചനയുള്ളതിനാൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വളരെ ജാഗ്രത ആവശ്യമാണ്. സാഹസികമായ രീതിയിൽ വാഹനം കൈകാര്യം ചെയ്യുവാൻ പാടില്ല. പൊക്കത്തിലൊക്കെ കയറുന്നവരും സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കണം. വീട്ടമ്മമാരായിരിക്കുന്നവർ കറണ്ടയിലൊക്കെ പണിയൊക്കെ ചെയ്യുക, അതായത് ജോലികൾ പാചകങ്ങളൊക്കെ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഗ്യാസ് കൈകാര്യം ചെയ്യുമ്പോഴും അടുക്കളയിൽ വളരെ ശ്രദ്ധിക്കുക.
അത് വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആരോഗ്യപരമായ കാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങളിലുമൊക്കെ ദേഷ്യമൊക്കെ കഴിവതും ഒഴിവാക്കേണ്ടതാണ്. അപ്രതീക്ഷിതമായ ധനാഗമന യോഗമുണ്ട്. തൊഴിൽപരമായ പുരോഗതികൾ വന്നു ചേരും. കുടുംബത്ത് പൊതുവെ സമാധാന അന്തരീക്ഷമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ വിജയങ്ങളൊക്കെ വന്നു ചേരും. ഏതെങ്കിലും രീതിയിലുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്ക് നല്ല വിജയങ്ങളോ തൊഴിൽ സ്ഥലത്ത് സഹപ്രവർത്തകരുടെ സഹകരണം ഉണ്ടാകുന്നതിനും വേണ്ട രീതിയിൽ നല്ല രീതിയിലൊക്കെ തൊഴിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ, അത് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും മറ്റൊരാളുടെ കീഴിൽ ജീവനക്കാരായിട്ടുള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞത് അനുസരിച്ച് അധിക കഷ്ടതകളൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളെ എങ്കിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക, ജപധ്യാനാദികളൊക്കെ ചെയ്യുക. മനസ്സ് പോസിറ്റീവാകുമ്പോൾ ചിന്തകൾ വളരെ നല്ല രീതിയിൽ നേർവഴിയാകുകയും കഷ്ടതകളൊക്കെ മാറുന്നതിനും പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമൊക്കെ എടുക്കുമ്പോൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ധ്യാനവും ജപവും ഒക്കെ ചെയ്തതിന് ശേഷം തീരുമാനങ്ങൾ എടുക്കുക. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ, കഷ്ടത അനുഭവിക്കുന്നവർ ആ കാര്യം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം.